PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1ാം ഭാഗത്തിലെ ഹിസ്റ്ററിയിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ആദ്യത്തെ പാർട്ടിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. 2 ടെക്സ്റ്റ് ബുക്കാണ് ഹിസ്റ്ററിയിൽ വരുന്നത് അല്ലേ. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യം ഇതിൻ്റെ 2 ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. നോക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്ന വൻകര ഏതാ? ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ PSCയുടെ തെക്കേ അമേരിക്കയാണ്. ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകൾ ലാറ്റിൻ അമേരിക്കൻ കവിയായ പാബ്ലോ നെരൂദ എഴുതിയതാണ്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പം ലാറ്റിൻ അമേരിക്കൻ കവിയായ പാബ്ലോ നെരൂദയുടെയാണ് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്തതാണ്, മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. ഇനി പിന്നെ കവിതയിലൂടെ വിവരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്ന വിഭവങ്ങളുടെ സമൃദ്ധി. ചോളകൃഷി ഉണ്ടായിരുന്നു, ചെമ്മരികാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ആ ടോപ്പിക്കാണോ. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം, ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉണ്ടോ. അങ്ങനെ അതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഇവിടുത്തെ പ്രധാന പോയിന്റ്, ഈ മാച്ചു പിച്ചു എന്ന് പറഞ്ഞത് ഏത് രാജ്യത്താണ് നോക്കിയേ. മാച്ചു പിച്ചു എന്ന് പറഞ്ഞത് പെറു. മാച്ചു പിച്ചു എന്ന് പറഞ്ഞത് ഏത് രാജ്യത്താണ്? പെറുവിലാണ്. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ രചിച്ചത് പാബ്ലോ നെരൂദ, ലാറ്റിൻ അമേരിക്കൻ കവിയാണ്. ഇനി ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് ആരാണ്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരുമാണ്. അപ്പം ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സ്പെയിൻകാരും പോർച്ചുഗീസുമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ആരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ഓക്കെ, നോക്കണം. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ. ഈ സൈമൺ ബൊളിവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈമൺ ബൊളിവർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും, അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത, അതായത് സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും ചൂഷണത്തിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയെ സംരക്ഷിക്കാനായിട്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സൈമൺ ബൊളിവർ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എല്ലായിടത്തും ഇതാണല്ലോ, കോളനിക്കാരെ അടിമകളോ പോലെ പണിയെടുപ്പിച്ചു. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ 3 പേര് നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ തുടങ്ങി. ആ പോയിന്റ് അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അത് പ്രധാനം അറിഞ്ഞിരിക്കുന്ന വാക്കാരാ? സൈമൺ ബൊളിവർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. പിന്നെ റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് അമ്മ എന്ന കൃതി, മാക്സിം ഗോർക്കിയുടെ, ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ, അതായത് മാക്സിം ഗോർക്കി എന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ, പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ അറിയേണ്ട പോയിന്റ്, അമ്മ എന്ന കൃതി എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഏത് രാജ്യത്തെ എഴുത്തുകാരനാണ്? റഷ്യൻ സാഹിത്യകാരനാണെന്ന് ഓർത്തിരിക്കുക. അത്രയും പോയിന്റ് അവിടെ ഓർക്കുക. ഇനി
നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ, മാർക്ക് ചെയ്യാം, മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടി ഏതാ? അങ്ങനെ ചോദിച്ചാലോ, മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇനി മാർക്സിസം എന്ന ആശയം അത് രൂപം നൽകിയതാരൊക്കെയാ? മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയതാരാ? മാർക്സിസം എന്ന ആശയം കാൾ മാർക്സും പിന്നെ ആരാ? എല്ലാവർക്കും അറിയാമല്ലോ, കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി രൂപം കൊണ്ട സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്തായിട്ട് പിരിഞ്ഞു? രണ്ട്, നമ്മൾ പറയുന്നത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. നമുക്ക് അതിനകത്തോട്ട് വരാം. ഇവിടെ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്തായിട്ട് പിരിയാണ്? രണ്ടായിട്ട്. മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും രണ്ടായിട്ട് തരംതിരിഞ്ഞു. ഓക്കെ, ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്ക് ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്ക് ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ ട്രോട്സ്കി, ആ പോയിന്റ് അവിടെ നോക്കിക്കോണേ. ലെനിൻ്റെയും ട്രോട്സ്കിയും യുടെ നേതൃത്വത്തിൽ ഏത് പാർട്ടി? ബോൾഷെവിക്ക് പാർട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് വേർപിരിയാണ്, ഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നും. ഭൂരിപക്ഷം അറിയപ്പെട്ടത് മെൻഷെവിക്കുകൾ, ന്യൂനപക്ഷം മെൻഷെവിക്ക്, ബോൾഷെവിക്ക് ഭൂരിപക്ഷം ആണല്ലോ. ഈ ബോൾഷെവിക് അതായത് ലെനിൻ്റെയും ട്രോട്സ്കിയും നേതൃത്വം കൊടുത്തത് എന്താണ്? ബോൾഷെവിക്ക്. ലെനിനും ട്രോട്സ്കിയും ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തപ്പോൾ മെൻഷെവിക്കിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. PSC ചോദിക്കും, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഓപ്ഷനിൽ തരും, ലെനിന്, ട്രോട്സ്കി, കെരൻസ്കി, വേറെ ആരെങ്കിലും ഒരാളുടെയും കൂടെ മാത്സിന് കൊടുക്കാമല്ലോ. അപ്പോൾ ആരെ എഴുതണം? അലക്സാണ്ടർ കെരൻസ്കിയാണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ്? അപ്പം ഓപ്ഷനിൽ ട്രോട്സ്കിയും ലെനിനും രണ്ടും കാണത്തൊന്നുമില്ല, ഒരാൾ കാണും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കൊടുക്കുമായിരിക്കും. ആ പോയിന്റ് അവിടെ തെറ്റിപ്പോകരുത്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം ലെനിനും ട്രോട്സ്കിയും, തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് 2 വട്ടം പറയുന്നത് കേട്ടോ, 2-3 വട്ടം. അലക്സാണ്ടർ കെരൻസ്കി കൊടുത്തത് മെൻഷെവിക്ക്. നമുക്ക് കേൾക്കുമ്പോൾ ഓർക്കും, പെട്ടെന്ന് കിട്ടും, മറന്നു പോകത്തില്ല എന്നൊക്കെ ഓർക്കും. പക്ഷേ നമ്മൾ മെൻഷെവിക്കാണോ ബോൾഷെവിക്കാണോ എന്ന് ചിന്തിക്കും. ബോൾഷെവിക്ക് നേതൃത്വം ലെനിനും ട്രോട്സ്കിയും, മെൻഷെവിക്കിന് അലക്സാണ്ടർ കെരൻസ്കിയും. 1905 നടന്ന റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു. 1905 ആ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 എന്ത് ചെയ്തു? പ്രകടനം നടത്തി. ഇതാണ് എന്ത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച. അപ്പോൾ 1905 റഷ്യയും ജപ്പാനും യുദ്ധം നടന്നു. അതിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനെതിരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. അതാണെന്ത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഇവിടെ അറിയേണ്ട പോയിന്റ്, രക്തരൂക്ഷിതമായ ഞായറാഴ്ച താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. നിങ്ങൾ ഏതെഴുതണം?
ഏതെഴുതണം? അത് റഷ്യൻ വിപ്ലവമാണെന്ന് എഴുതിക്കോണം. അവിടെ ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം. സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ എമ്പാടും രൂപീകരിച്ചു. അതാണ് സോവിയറ്റുകളെന്ന് അറിയപ്പെട്ടത്. അതായത് ഇവരോട് റഷ്യയോട് സമരം നടത്തണ്ടേ, അതിനവർ തൊഴിലാളികൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു സംഘങ്ങൾ, തൊഴിലാളികളുടെ സംഘങ്ങൾ. അതാണ് സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനായിട്ട് ചക്രവർത്തി നിർബന്ധിതനായി. ദ്യൂമ അല്ലേ? സമരശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭ ഏതാണ്? തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് ഏതാണ്? അത് ഡ്യൂമയാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ്, 1914. ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധസമയത്തെ റഷ്യയിലെ ചക്രവർത്തി ആരാ? ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിച്ചു. അങ്ങനെയൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി ആരാ? സർ നിക്കോളാസ് രണ്ടാമൻ. റഷ്യയിലെ ചക്രവർത്തിമാരാണ് സർ എന്നാണ് അറിയപ്പെടുന്നതാണല്ലോ അല്ലേ? അനേക റഷ്യൻ സൈനികർ. അപ്പം ദ്യൂമ എന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ ഒരു എല്ലാവരും കൂടെ ഒരു നിയമനിർമ്മാണ സഭയാണ്. തൊഴിലാളികളെല്ലാം കൂടെ നിർബന്ധിച്ചിട്ട് അന്നത്തെ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ നിർമ്മിച്ചത് അല്ലേ ദ്യൂമ. അപ്പോൾ ആ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചിട്ട് നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? യുദ്ധത്തിൽ പങ്കെടുക്കാൻ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേക റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിലെ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ സൈനികരും ആരുടെ കൂടെ കൂടി? ഈ റൊട്ടി വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി പ്രകടനം നടത്തി അവരുടെ കൂടെ കൂടി. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. അതാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം എന്താ? റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന ആദ്യത്തെ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക്കും ബോൾഷെവിക്കും എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം മെൻഷെവിക്കിലെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ആ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആരിതിനെ എതിർത്തു? ലെനിൻ എതിർക്കുമല്ലോ അല്ലേ? എതിർ പാർട്ടിയല്ലേ, അവർ എതിർത്തു. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. അത് ഒന്ന് വായിച്ചു വെക്കാം. താൽക്കാലിക ഗവൺമെൻറ്റിന് റഷ്യയിലെ സോവിയറ്റ് യൂണിയൻ ഒരു ഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കും സോവിയറ്റുകളും ലെനിൻ്റെ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലാളികൾ അല്ലേ? ഈ ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. പിന്നെ അത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ
ഉന്നയിച്ച ആവശ്യങ്ങൾ: ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. അതാണ് ബോൾഷെവിക്കുകാർ പറയുന്നത്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായിട്ട് സായുധ കലാപം ആരംഭിച്ചു. 1917 ഒക്ടോബറിൽ 1917 ഇതാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം ഓർക്കുന്നുണ്ടല്ലോ. ഫെബ്രുവരി വിപ്ലവം, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോൾഷെവിക്ക്, മെൻഷെവിക്ക്, ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ നേതാക്കന്മാരും. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി, മെൻഷെവിക്കിൻ്റെ കെരൻസ്കി നാട് വിട്ടുപോവാണ്. റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം, റഷ്യൻ കലണ്ടർ പ്രകാരം. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ പിന്നെ റഷ്യൻ വിപ്ലവം ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് അവർ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ ചെയ്തു. കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കി. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. 1914 പുതിയ ഭരണഘടന നിലവിൽ വന്നു. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാ? 1924. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ സംഭവം എന്ന് ചോദിച്ചാൽ ഏതെഴുതാം? ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം 1917 ഒക്ടോബറിൽ നടന്നതല്ലേ? ആ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ലോകത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാലോ? കിടക്കുന്നു നോക്കിയേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്നെ വ്യാപകമാകാൻ കാരണമായത് റഷ്യൻ വിപ്ലവമാണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പോയിന്റ് വരുന്നത് നോക്കാവേ. ചൈനീസ് വിപ്ലവം പഠിക്കാനുണ്ട്, അടുത്തൊരു ക്ലാസ് കൊണ്ട് തീർക്കാം. കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം, പിന്നെ ചൈനയെക്കുറിച്ചുള്ള ക്ലാസ്സും കൂടെ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, അമേരിക്കൻ വിപ്ലവം പഠിച്ചു, ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിച്ചു, ലാറ്റിൻ അമേരിക്ക പഠിച്ചു, റഷ്യൻ വിപ്ലവം പഠിച്ചു. ഇനി ഒറ്റൊരെണ്ണം കൂടെ ഉള്ളു, ചൈനീസ് വിപ്ലവം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.